നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഞങ്ങളുടെ കുഞ്ഞിനെ അംഗീകരിക്കണമെന്നോ സ്നേഹിക്കണമെന്നോ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു നിർബന്ധമില്ല. പക്ഷേ ഇനി ഇതിന്റെ പേരിൽ അർച്ചനെ കുത്തി നോവിക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ നീ എന്റെ അനിയത്തിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. നന്ദേട്ടാ, നന്ദേട്ടനിത് എങ്ങോട്ടാ? മുകളിലേക്ക് പോകുന്ന എന്തിനാ? എന്താ മുകളിലത്തെ നില ഈ വീടിന്റെ ഭാഗമല്ലേ? അതല്ല, ഇതൊക്കെ ആയിട്ട് എന്തിനാ മുകളിലേക്ക് പോകുന്നേ? നമ്മുടെ മുറി താഴെയല്ലേ? ഈ വീടിനെ കുറിച്ചും ഇവിടുത്തെ മുറികളെ കുറിച്ചും നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട, എനിക്കറിയാതെ. സച്ചിയുടെ മോക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി, അത് കൊടുക്കാനാ മുകളിലേക്ക് പോകുന്നത്. അത് ശരി, സച്ചിയുടെ കുഞ്ഞോ? അത് ശിവരാമന്റെ കുഞ്ഞാണെന്നല്ലേ എല്ലാരും പറയുന്നത്? വല്ലയിടത്തും കിടക്കുന്നതിനൊക്കെ നന്ദേട്ടൻ ഓരോന്ന് വാങ്ങിക്കൊടുക്കുന്ന എന്തിനാ? ഇപ്പൊ അർച്ചനയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടല്ലോ. ആ കുഞ്ഞിനെ അവര് സ്വന്തം മകളായി വളർത്തുന്നത് കൊണ്ട് എനിക്കത് എന്റെ അനിയന്റെ മകള് തന്നെയാ. അനിയന്റെ മകളോ? അതെങ്ങനെ ശരിയാവും നന്ദേട്ടാ? അനിയന്റെ ഭാര്യ ഒരിക്കലും പ്രസവിക്കില്ല. പിന്നെങ്ങനെ അനിയനൊരു അച്ഛനാവുന്നേ? ആരാന്റെ കുഞ്ഞിന് അച്ഛനാവുന്നതൊക്കെ നാണക്കേടല്ലേ? ഡോക്ടർ സീലടിച്ചു വിട്ട പേപ്പറിലുണ്ട് അവൾ ഒരിക്കലും ഗർഭിണിയാവില്ല എന്നുള്ളത്. ഇപ്പൊ ഏതോ ഒരു തെരുവിൽ നിന്ന് ഏതോ ഒരു കൊച്ചിനെ എടുത്തോണ്ട് വന്ന് ഞാൻ അമ്മയായി എന്നങ്ങ് പറഞ്ഞ ആർക്കും അത് അത്ര പെട്ടെന്ന് അംഗീകരിക്കാനൊന്നും പറ്റില്ല. ശിവരാമന്റെ ആയാലും കറവക്കാരൻ ഗോപാലന്റെ ആയാലും ഈ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്ത കൊച്ചിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അവളെ അതിനെ അപ്പ തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയായിരുന്നു വേണ്ടത്. നിന്റെ പ്രശ്നം എന്താണ്? ആ കുഞ്ഞ് ശിവരാമന്റെ ആയാലും മറ്റേതെങ്കിലും കറവക്കാരന്റെ ആയാലും നിനക്കൊരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. ആ കുഞ്ഞിനെ സച്ചി അർച്ചനയും സ്വന്തം മകളെ പോലെ നോക്കി വളർത്താൻ തീരുമാനിച്ച കാലത്തോളം ഞാനതിന്റെ വല്യച്ഛനാ, നീ വല്യമ്മയി. നിനക്കത് അംഗീകരിക്കാൻ പറ്റുന്നതും പറ്റാത്തതും ഇവിടെ ആർക്കും ബാധകമായ കാര്യമല്ല കേട്ടോ. നീ അംഗീകരിച്ചില്ല എന്ന് കരുതി ഇവിടെ വേറൊന്നും സംഭവിക്കാനും പോകുന്നില്ല. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട്, അതായത് നിന്നെ ഞാൻ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് എത്ര കാലമായെന്ന് നിനക്കറിയോ? ഇതേവരെ നിനക്കൊരു അമ്മയാവാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. എപ്പോഴും ഉണ്ടായതിനെ കൂടി നീ കൊണ്ട് നശിപ്പിച്ചില്ലേ? അർച്ചനയെ പോലെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒന്നും നിനക്കില്ലല്ലോ. പ്രസവിക്കാത്ത അർച്ചന ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നതിനല്ല, പ്രസവിക്കുമെന്നുണ്ടായിട്ടും അതിന് കഴിയാത്ത നിന്നെ വേണം ഈ വീട്ടിൽ നിറക്കി വിടാൻ. ഞാൻ മുകളിലേക്ക് പോകാൻ പോയപ്പോ നിന്റെ ആദ്യത്തെ വിളിയിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി നീ എന്തോ കുത്തിത്തിരിപ്പും കൊണ്ട് വിളിക്കുകയാണെന്ന്. സച്ചി അർച്ചനയെ കുഞ്ഞിനെ ദത്തെടുക്കുകയോ വളർത്തുകയോ അത് അവരുടെ ഇഷ്ടം. നിനക്കതിനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ വായു അടച്ച് മിണ്ടാതെ അവിടെ ഇരുന്നു. അവരുടെ ജീവിതം അവര് ജീവിച്ചോ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞു പോവാ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയാൽ നീ ഓരോന്ന് പറഞ്ഞ് എന്റെ പുറകെ വരും. അവസാനം നിന്നെ ഞാൻ അവിടെ ഇട്ട് തല്ലേണ്ടി വരും. വെറുതെ എന്തിനാ ഞാനായിട്ടൊരു സീൻ ഉണ്ടാക്കുന്നത്? കുഞ്ഞുമണി എവിടെ? ഇങ്ങോട്ട് ഞാൻ എടുക്കാം. ഓ ഓ ഓ മോളെ വാവേ. ഏട്ടത്തി ഇവിടെ ചിരിക്കുന്നുണ്ടോ? സ്നേഹി നോക്കുന്നു. ഏട്ടി നിനക്ക് നാണമില്ല ഇതിനിങ്ങനെ എടുത്തോണ്ട് നടക്കാൻ? ഇത് ശിവരാമന്റെ ചോരയല്ലേ, അതിന്റെ ഗുണം എപ്പോഴൊന്നും കാണിക്കാതിരിക്കില്ല. എന്താ സ്നേഹിത, ഒരു പൊടിക്കുഞ്ഞിനോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ കഴിയൂ. ഈ വീട്ടിൽ വളരുമ്പോ ഇതൊക്കെ സഹിക്കേണ്ടി വരും. സ്നേഹേ, അർച്ചനയുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വന്നതിന്റെ സന്തോഷത്തിലാ ഈ വീട് മുഴുവൻ.
നിന്റെ മനസ്സിൽ അർച്ചനയോടുള്ള വിരോധം നീ ഈ കുഞ്ഞിനോട് കാണിക്കരുത്. എനിക്കിതിനെ ഈ വീട്ടിലെ കുഞ്ഞായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി നിനക്കിത് എങ്ങനെയാ പറയാൻ കഴിയുന്നത്? നാളെ നീയും കല്യാണം കഴിക്കും, കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോ മറ്റുള്ളവരെ നിന്റെ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞ നിനക്ക് വിഷമമുണ്ടാവില്ലേ? എന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ പറഞ്ഞത് ശരിയാ. ഞാൻ പ്രസവിച്ചിട്ടില്ല, അമ്മയായിട്ടില്ല. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഈ കുഞ്ഞിനെ എനിക്ക് കിട്ടിയതാ. പക്ഷേ ഇതിപ്പോ എന്റെ സച്ചിന്റെയും കുഞ്ഞ് തന്നെയാ. ഞങ്ങൾ അത്രമാത്രം ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിച്ചോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? പക്ഷെ എന്നെ കൊണ്ട് അതിനെ സ്നേഹിക്കാൻ പറ്റില്ല. അതിനായിട്ട് ആരും നിർബന്ധിക്കുകയും വേണ്ട. കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ച് ഇവളുടെ ദുഃഖം ദൈവം കണ്ടു. അങ്ങനെ കിട്ടിയതാ ഈ കുഞ്ഞിനെ. അർച്ചനയും സച്ചിയും അവരുടെ സ്വന്തം കുഞ്ഞായിട്ട് തന്നെയാ ഇതിനെ സ്നേഹിക്കുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ കുത്തുവാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കരുത്. ഈ വീട്ടിലെ ഡ്രൈവറായിട്ടുള്ള ഒരാളുടെ കുഞ്ഞിനെ സച്ചിന്റെ കുഞ്ഞായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല. നീ ഈ കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ ഇതുപോലുള്ള കുത്തുവാക്കുകൾ പറഞ്ഞ് ഇവരെ വേദനിപ്പിച്ചാൽ ദൈവം നാളെ നിനക്കൊരു കുഞ്ഞിനെ തന്നുവെന്ന് വരില്ല. മോളെ, ആ കുഞ്ഞിനെ ഇങ്ങ് തന്നെ. ഓ ആ മോളൂ. ഓ ഓ ഓ ഓ ഓ. കൂടെ പിറന്നതുകൊണ്ട് ആരും സഹോദരങ്ങളാവുന്നില്ല. പക്ഷെ കർമ്മങ്ങൾ കൊണ്ട് ചിലപ്പോ മക്കളെയും സഹോദരങ്ങളൊക്കെ കിട്ടും. ഈ കുഞ്ഞിപ്പോ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞാ. മനസ്സുകൊണ്ടാ ഞങ്ങൾ ഇവിടെ മകളായിട്ട് സ്വീകരിക്കുന്നത്. നീ ഞങ്ങളുടെ കുഞ്ഞിനെ അംഗീകരിക്കണമെന്നോ സ്നേഹിക്കണമെന്നോ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു നിർബന്ധമില്ല. പക്ഷേ ഇനി ഇതിന്റെ പേരിൽ അർച്ചനെ കുത്തി നോവിക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ നീ എന്റെ അനിയത്തിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. നീ എങ്ങനെയാടി എന്റെ അമ്മയുടെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞത്? ഇനി മേലിൽ ഇതുപോലെ എന്തെങ്കിലും വർത്താനം നിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇവനായിരിക്കില്ല, ഞാനായിരിക്കും നിന്റെ കരണമടിച്ച് പോയിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.